അല്ല, അനുകൂലമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. വൈഷ്ണവോട് കാണിച്ചത് അനീതിയാണെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണം, ഇല്ലെങ്കിൽ അസാധാരണ അധികാരം കോടതി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇതിനെ ഒരു പൂർണ്ണമായും നമുക്ക് അനുകൂലമായ വിധിയിലേക്ക് ഇത് പോകുന്നുവെന്ന് കാണുന്നുണ്ടോ? അല്ല, ഈ പറഞ്ഞ പോലെ കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ രീതിക്കാണ്. അപ്പോൾ എന്തായാലും പൂർണ്ണമായൊരു വിധി വരുമ്പോൾ നമുക്ക് തീർച്ചയായും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായ ഇടപെടലിന് ലഭിച്ച തിരിച്ചടി എന്ന് തന്നെ കാണുന്നുണ്ടോ CPM? അല്ല, അത് ഞാനല്ലല്ലോ പറയണത്, അത് പാർട്ടിയാണ് പറയേണ്ടത്. അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർ പറയും. നാളെ തന്നെ ഹർജിക്കാരനോടും പരാതിക്കാരോടും കളക്ടറേറ്റിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്റിമേഷൻ കിട്ടിയിട്ടുണ്ട്? അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ മുന്നോട്ട് പോകും. കളക്ടറേറ്റിൽ നിന്ന് ഇൻഫർമേഷൻ വന്നോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ ഇങ്ങനൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെതായി മുന്നോട്ട് പോകും. ഈ വൈഷ്ണവ് രാവിലെ കളക്ടർക്ക് പരാതി നൽകിയതിന് അപ്പീൽ നൽകിയതിന് പിന്നാലെ പരാതിക്കാരന് ഇപ്പോൾ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദം കൂടെ കേൾക്കണം, ഹിയറിംഗ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം കൂടെ കേൾക്കണമെന്ന്. അപ്പോൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെ നേരിടും? അല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് നിലവിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം, ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയാനില്ല. നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പ്രചാരണം ഇന്ന് പുനരാരംഭിക്കുമോ? തീർച്ചയായും പ്രചാരണം പുനരാരംഭിക്കാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശവും. അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, നിലവിൽ താമസിച്ചിരുന്ന അമ്പലമുക്കിൽ വോട്ട് പേര് ചേർക്കാനായി നമ്മുടെ മേൽവിലാസം നൽകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മളവിടെ സ്ഥിരതാമസക്കാരല്ല. എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു അഡ്രസ്സ് നമ്മുടെ കുടുംബ വീടാണ്. അപ്പം അങ്ങനെ ഒരു അഡ്രസ്സ് ഇരിക്കുമ്പോൾ നമ്മൾ വാടക വീട്ടിലെ അഡ്രസ്സിലേക്ക് വോട്ട് ചേർക്കില്ലല്ലോ. ഞാനെന്നല്ല, സാധാരണക്കാരായിട്ടുള്ള ആരും തന്നെ ചേർക്കില്ല.